വണ്ടി എന്ന് പറയുന്നത് ആരെടുക്കണം? നിങ്ങൾക്ക് 100% ഓഫ് റോഡ് തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ നിങ്ങൾക്ക് സിറ്റി റൈഡും അതേപോലെ ഹൈവേ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, കാരണം വണ്ടിയുടെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് പൊസിഷനാണ്. പക്ഷെ അത് ടൂറിങ് അതൊരു വേണമെന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിതംബങ്ങൾക്ക് കുറച്ചും കൂടെ സുഖം ലഭിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളത് എടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ആതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആതിരപ്പള്ളിയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂർ ചാലക്കുടി ആ റൂട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4000 കിലോമീറ്റേഴ്സ് ട്രയംഫ് ഓടിച്ചതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂ ആയിട്ട് നമുക്ക് ഈ വീഡിയോ പരിഗണിക്കാം. വേറൊന്നുമല്ല, ഞാൻ 4000 കിലോമീറ്റർ ഓടിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തത്, ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഗുണമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചേർക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾ കാണുക. പുതുതായിട്ട് ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ, എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് ഈ വണ്ടി ഉപയോഗിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ഡിലേ ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എനിക്ക് ഏറ്റവും ഡ്രോബാക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. നമ്മളൊരു 3.5 ലക്ഷം രൂപ കൊടുത്ത് എടുക്കുമ്പോൾ ഈ വണ്ടിക്ക് 3.5 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ എടുക്കുമ്പോൾ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി അല്ല. കാരണം ഈ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് കാണാൻ ലുക്കുണ്ടെങ്കിലും പർപ്പസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർപ്പസ്ഫുൾ അല്ല. നൈറ്റ് ആണെങ്കിൽ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടും. ഇതിൻ്റെ ത്രോയും കുറവാണ്, ഇൻറ്റൻസിറ്റിയും കുറവാണ്. അപ്പോൾ ഹൈവേയിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യും. പ്രത്യേകിച്ച് മഴ സീസൺ കൂടെ ആണെങ്കിൽ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ നൈറ്റിൽ മഴ സീസൺ കൂടെയാണ്, നൈറ്റ് വണ്ടി ഓടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ഈ ഹെഡ്ലൈറ്റ് കാരണം. അപ്പം തീർച്ചയായിട്ടും ഒരു ഓക്സിലറി ലൈറ്റിൻ്റെ സഹായം ഇല്ലാണ്ട് നൈറ്റ് ഹൈവേയിൽ ക്രൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നൈറ്റ് ഡ്രൈവ് ചെയ്യാനോ, പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ തീരെ സാധിക്കാത്തൊരു ഞാൻ എന്താ പറയുക, അടിപൊളിയായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് ട്രയംഫ് നമുക്ക് ഇതിലേക്ക് തന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് വളരെ നിർഭാഗ്യപരം എന്ന് വേണമെങ്കിൽ പറയാം. ലൈറ്റ് തീരെ മോശമാണ്. അടുത്ത് എനിക്കിതിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോണാണ്. ഇത്രയും വലിയൊരു വണ്ടിയും ഇത്ര പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിക്ക് ചേർന്ന ഒരു ഹോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഇതൊരു 100cc, ഒരു 125cc ഒരു സ്കൂട്ടറിൻ്റെയോ ബൈക്കിനോ വെച്ചിരുന്നെങ്കിൽ ഓക്കെ എന്ന് ഞാൻ പറയാം. പക്ഷെ ഇത്രയും വലിയൊരു വണ്ടിയിൽ നമ്മളിത് ഇങ്ങനൊരു ഹോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫുൾ ആൻഡ് ഫുൾ എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഇത് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ്സാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളുമാണ്. അപ്പോൾ എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഹെഡ്ലൈറ്റും ഹോൺ, രണ്ട് കാര്യങ്ങൾ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഹോൺ വയ്ക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും. ഞാൻ എന്തായിരുന്നാലും കുറച്ച് കഴിഞ്ഞൊരു ഹോണിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കാണ്. സ്പീഡ് 400 കാട്ടും ഒരു 20 mm വലിയ ഡിസ്ക്കാണ് തന്നിട്ടുള്ളതെങ്കിലും 400 അവർ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻഡേഡ് ബ്രേക്ക് പാഡാണ്. ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ഓർഗാനിക് ബ്രേക്ക് പാഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ബൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാനിപ്പം ഫസ്റ്റ് ട്രിവാൻഡ്രം യാത്ര പോരുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്ത് ഇതിൽ കിടക്കുന്ന ഓർഗാനിക് ബ്രേക്ക് പാഡ് മാറ്റിയിട്ട് ഞാൻ സിൻഡേഡ് ബ്രേക്ക് പാഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2000 രൂപീസ് സംതിങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ ബില്ല് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് അതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും 2500 ആ റേഞ്ചിലാണെന്ന് തോന്നുന്നു. അപ്പം ഇപ്പം ബ്രേക്കിനൊരു നല്ലൊരു ബൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം വണ്ടി എടുക്കുന്നവർ അവർക്കത് ഓക്കെ ആണെങ്കിൽ ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് തന്നെ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ സിൻഡേഡിലേക്ക് മാറ്റുക. ഞാൻ എന്തായാലും സിൻഡേഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് മൂന്നാമത്തെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. ഒട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിപ്പെൻഡബിൾ അല്ലാത്തൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിട്ടാണ് എനിക്കിന്ന് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ റീഡിങ്സും കാര്യങ്ങളൊക്കെ ഇന്നാക്യുറേറ്റ് ആണെന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫ്യൂവലിൻ്റേതായിരുന്നാലും ബാക്കി കാര്യങ്ങളായിരുന്നാലും അത് പക്ക ഇന്നാക്യുറേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടാക്കോമീറ്റർ, അത് RPM നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വലിയ രീതിയിൽ അതിനെ വലുതാക്കിയാണ് വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രമേ കാണുന്ന രീതിയിൽ വളരെ വലുതാക്കിയാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരുന്നാലും എനിക്ക് തീരെ ഒരു അൺകൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഗിയറിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും അത് വലുതായിട്ട് കൊടുത്തു. പക്ഷേ ടാക്കോമീറ്റർ കുറച്ചും കൂടി നിങ്ങൾക്ക് വലുതായിരുന്നുവെങ്കിൽ, അതേപോലെ തന്നെ സ്പീഡോമീറ്റർ അനലോഗ് കൊടുത്തിരിക്കുന്നത് അത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ സ്പീഡോമീറ്ററിൻ്റെ പൊസിഷനിൽ ഈ RPM ടാക്കോമീറ്റർ കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വല്ലാത്ത രീതിയിൽ യൂസ്ഫുൾ ആകുമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 4 പോയിൻറ്റുകൾ. അടുത്തെനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാസ് സ്വിച്ചാണ്. ഇതിൻ്റെ പാസ് സ്വിച്ച് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്വേർഡായിട്ടുള്ളൊരു രീതിയിലാണ്. പാസ് സ്വിച്ച് ഓക്കെയാണ്, അതിൻ്റെ ഹൈ ബീം വരുമ്പോഴാണ് വിഷയം വരുന്നത്. നമുക്ക് ലോ ബീം നമുക്ക് ഇവിടെ തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈ ബീം വരുമ്പോഴത്തേക്ക് നമുക്ക് അൺകൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് മുന്നേയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന വണ്ടികളിൽ യൂസ്ഡ് അല്ലാത്ത ചില കാര്യങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടും. ഇപ്പോഴും ഞാനത് സാറ്റിസ്ഫൈഡ് അല്ല, കാരണം അത് തീരെ അൺകൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓക്വേർഡായിട്ടുള്ള പൊസിഷനിലാണ് ഇതിരിക്കുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാങ്ക് കപ്പാസിറ്റി കുറച്ചും കൂടി ഒന്ന് ബിഗ്ഗർ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ 13 ലിറ്റേഴ്സാണ് ഇതിൽ മാക്സ് കപ്പാസിറ്റി അവർ പറയുന്നത്. നമുക്കൊരു 17 എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, 16 to 17 ആ റേഞ്ച് ഉണ്ടായിരുന്നുവെങ്കിൽ ഇറ്റ് വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ. കാരണം നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് പെട്രോൾ പമ്പ്സൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പെട്രോൾ ക്യാരി ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ ടാങ്ക് കുറച്ചുകൂടി വലുതായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരുന്നേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്ത് എനിക്ക് മേജറായിട്ട് തോന്നിയൊരു ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്റ്റോളിംഗ് ആണ്. സ്റ്റോളിംഗ് വല്ലാണ്ട് രീതിയിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു. ഒത്തിരി പേര് അതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈസിയിൽ റീമാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും സ്റ്റോളിംഗ് ഉണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം സ്റ്റോൾ ചെയ്തായിരുന്നു. അപ്പം ലോങ് പോകുമ്പോഴത്തേക്ക് നമുക്ക് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ സഡനായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി എന്തായിരുന്നാലും സ്റ്റോൾ ആവുന്നൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാനത് ഓവർകം ചെയ്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെവ് മാച്ച് ചെയ്ത് നമ്മൾ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് സ്റ്റോളിങ് വരുന്നില്ല. പക്ഷേ ഈ അല്ലാത്ത പല സിറ്റുവേഷൻസിലും നമുക്ക് സ്റ്റോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം ഡൗൺ ഷിഫ്റ്റ്, അത് ഹയർ സ്പീഡിൽ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മൾ വളരെ അതൊരു 80-90 നമ്മൾ വന്നിട്ട് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റോളാവും. അതായത് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ എന്നൊന്നും ആണ് എനിക്ക് മെയിനായിട്ട് തോന്നുന്നത്. തേർഡ് ഗിയറും സെക്കൻഡ് ഗിയറിൻ്റെയും ആ ഒരു ടൈമിലാണ് കൂടുതൽ സ്റ്റോളിങ്ങിൻ്റെ ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അടുത്ത എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റാൻഡ് തന്നെയാണ്. വല്ലാത്ത അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അതായത് നമുക്ക് ചില ഏരിയകളിലൊന്നും വണ്ടി കൊണ്ട് ഈ സൈഡ് സ്റ്റാൻഡ് ഇട്ട് വെക്കാൻ പറ്റാത്ത രീതിയിൽ അപ്രൈറ്റ് ആയിട്ടിരിക്കും. നമ്മുടെ മനസ്സിലൊരു ഭയം ഉണ്ടാവും, അയ്യോ ഇത് വീഴുമോ എന്ന്. ജസ്റ്റ് ഒരു ചെറിയ പുഷ് കൊടുത്താൽ മതി, വീഴുന്ന രീതിയിലായിരിക്കും അതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും സ്റ്റോപ്പ് തേടി, അതായത് ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തി എവിടെയെങ്കിലും സ്ലോപ്പുള്ള ഏരിയയിൽ കൊണ്ടുപോയി നിർത്തുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും നമുക്ക് അത് വല്ലാത്ത രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ, അതായത് എൻജിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയൊരു കുഴിഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ വണ്ടി കഴുകുന്ന സമയത്ത് അവിടെ വെള്ളം കെട്ടുന്നൊരു സമ്പ്രദായം കാണുന്നുണ്ട്. അത് ഏകദേശം 200 ml വെള്ളം കെട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് കൈയിട്ടെടുക്കാനോ കൈയൊന്നും ഡയറക്റ്റ് പോകത്തില്ല. അപ്പോൾ നമ്മൾ മൈക്രോ ഫൈബർ തുണി ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റിക്കിൽ വെച്ച് അകത്തോട്ട് വെച്ച് ഈർപ്പം എടുക്കുന്ന രീതിയാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും എനിക്കൊരു വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ എനിക്ക് ഒത്തിരി ഡിസ്കംഫർട്ടബിളായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ വണ്ടിയുടെ ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു 300-400 കിലോമീറ്റേഴ്സിൽ ചെയിൻ നല്ലവണ്ണം ലൂസ് ആവുന്നുണ്ട്. അത് ഞാൻ വീണ്ടും പോയി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 4000 കിലോമീറ്റേഴ്സ് ഞാൻ റൺ ചെയ്തെങ്കിലും ഒരു 6-7 പ്രാവശ്യമെങ്കിലും ഞാൻ പോയി ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ചെയിനിന്ന് ഒച്ച വരുന്നുണ്ട്. അപ്പോൾ ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക്, കാരണം ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് പോകേണ്ടി വരുന്നു. ഞാൻ നിൽക്കുന്നിടത്തുനിന്ന്
എറണാകുളത്തേക്കുള്ള സർവീസ് സെൻ്ററാണെങ്കിൽ 60 കിലോമീറ്റേഴ്സ് ഉണ്ട്, തൃശ്ശൂരിലാണെങ്കിൽ 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ പോയി ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത് എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ടയേഴ്സ് തന്നെയാണ്. ഓക്കെ ടയറാണ്, പക്ഷേ എക്സെപ്ഷണലി ഓക്കെ അല്ല. കാരണം കോർണറിങ് ചെയ്യുമ്പോഴും നമുക്കൊരു കോർണറിങ് സ്റ്റെബിലിറ്റി നമുക്ക് ഇതിൽ അത്രത്തോളം നമുക്ക് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റി, ഒരു കോൺഫിഡൻസോടുകൂടെ കോർണർ ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റേതായ കൺസേൺസാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്തത്, എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതെല്ലാവർക്കും ഒരു ആകണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഹൈറ്റ് തന്നെയാണ്. അപ്പം പുതിയതായിട്ട് ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും പോയി വണ്ടിയിൽ ഇരുന്ന് ആ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എടുത്ത് നിങ്ങൾ ഓടിക്കുകയല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ടത് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഹൈറ്റ് ഞാൻ പറയുന്നില്ല, ഹൈറ്റ് എനിക്ക് മറന്നുപോയെന്നാണ് സത്യം. എന്താണെന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് മെൻഷൻ ചെയ്യാം. അപ്പം ആ ഹൈറ്റിൽ 5.8 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് കയറി ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് ടോയിലാണ് കിട്ടിയത്, ടോ ചെയ്യുന്ന രീതിയിലാണ് നിന്നത്. അപ്പം ഞാൻ കുറച്ചൊന്ന് ഭയപ്പെട്ടായിരുന്നു, കാരണം വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റും ഞാനിപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും വെയിറ്റ് എത്രയാണെന്ന്. അപ്പോൾ ഇത്ര വെയിറ്റും ഇത്രയും ഹൈറ്റുമുള്ള ഒരു വണ്ടിക്ക് അപ്പം കയറി ഇരുന്ന് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി കയറി ഇരുന്ന് കാലുകൊണ്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, തിരിക്കാൻ പറ്റുന്നുണ്ടോ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ഒന്നിന് ശേഷം വണ്ടി ഓടിച്ചു നോക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് യൂസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും, വണ്ടി നമ്മുടെ സ്വന്തമായിട്ട് മാറുന്നു. കാരണം ഞാൻ ആദ്യം ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ട്രാഫിക്കിലൊക്കെ വണ്ടി നിർത്താനും അവിടെ നിന്ന് എടുക്കാനും ഞാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാനൊരു 60 കിലോമീറ്റേഴ്സ് ഓടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്കൊരു കോൺഫിഡൻ്റ് ആയി, എനിക്കിത് എടുക്കാൻ പറ്റും, ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കായി കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കയറി ഇരുന്ന് ചെക്ക് ചെയ്യുക, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുകയാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് ആരെടുക്കണം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആണ്, അത് കംപ്ലീറ്റ് പാക്കേജാണ്. ഒരു 75% ഓഫ് റോഡ്, ഒരു 75% സിറ്റി റൈഡ്, ഒരു 75% ഹൈവേസ് ക്രൂസ് ചെയ്യാൻ. അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ട് വണ്ടിയാണ്. നിങ്ങൾക്ക് 100% ഓഫ് റോഡ് തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി അതിനുള്ളതല്ല. അതേപോലെ നിങ്ങൾക്ക് സിറ്റി റൈഡും അതേപോലെ ഹൈവേ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും പറ്റിയ വണ്ടിയല്ല ഇത്. നിങ്ങൾ 100% നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വണ്ടികൾ നോക്കേണ്ടി വരും. ADV ടൈപ്പിലുള്ള ഹിമാലയനോ അഡ്വഞ്ചറോ അങ്ങനത്തെ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് ഓഫ് റോഡിന് വേണ്ടി പർപ്പസിന് വേണ്ടി ഇറക്കുന്ന വണ്ടികളൊക്കെ എടുക്കുക. പക്ഷേ ഈ വണ്ടിയെ കൊണ്ട് നിങ്ങൾക്ക് എവിടെയും പോകാം, അങ്ങനൊരു ഗുണമുണ്ട്. അതിപ്പം സിറ്റി ആയിരുന്നിക്കോട്ടെ, ഹൈവേ ആയിക്കോട്ടെ, അതേപോലെ ഓഫ് റോഡ് ആയിക്കോട്ടെ, ഒരു 75% നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡബിൾ ഓക്കെ പറയും, ഈ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. പിന്നെ ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ സസ്പെൻഷനാണ്. ഇത് സോഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റോഡിന്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുണ്ടും കുഴിയങ്ങളും നിറഞ്ഞ റോഡുകളാണ് കൂടുതൽ. പക്ഷേ മാറ്റങ്ങൾ വരുന്നുണ്ട്, നല്ലതാണ്. ഒത്തിരി നല്ല റോഡുകളും ഹൈവേസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്, അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏത് കുഴിയുള്ള റോഡിലും ഏത് കുന്നിലും മലഞ്ചെരുവിലും ഒക്കെ വേണമെങ്കിൽ എടുത്തിട്ട് പോകാം. ഞാൻ അത്രയും എക്സ്ട്രീം അല്ല ഞാൻ പറയുന്നത്. തെറ്റില്ലാത്ത രീതിയിലൊരു 70% ഒരു 75% നമുക്ക് ഓഫ് റോഡും ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ബാറ്റ് ഹോൾസും ചെറിയ പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൊക്കെ വണ്ടി സിമ്പിളായിട്ട് പോകും. നിങ്ങൾക്ക് ആ ഒരു ജെർക്കോ അല്ലെങ്കിൽ കുഴിയിൽ വീഴുന്ന ഒരു വൈബ്രേഷനോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. സസ്പെൻഷൻ ഈസ് ഓൺ ദ ബെസ്റ്റ് സൈഡ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഹൈവേയിലേക്ക് വരുമ്പം സോഫ്റ്റ് സസ്പെൻഷൻ ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റി കുറച്ച് കുറയും. പക്ഷേ ഇതിൻ്റെ സ്പീഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു 75-80 നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ വണ്ടി എല്ലാം കൊണ്ട് പെർഫെക്റ്റാണ്. കാരണം വണ്ടിയുടെ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് പൊസിഷനാണ്. അപ്പോൾ തന്നെ നമുക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ദൂരത്തേക്കുള്ള വിസിബിലിറ്റി നമുക്ക് കിട്ടും. അതായത് ചില വണ്ടികളുടെ മേളിൽ കൂടെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് പറ്റും. അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടികൾ മാത്രമല്ല അതിന് മുന്നിലുള്ള വണ്ടികളും കൂടെ കണ്ട് ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം ഈ സീറ്റ് ഹൈറ്റിലും ഇതിൻ്റെ ഹാൻഡിലും ഇരിക്കുന്ന പൊസിഷനിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമാൻഡിങ് പൊസിഷൻ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ മുന്നിലോട്ടുള്ള വണ്ടികളൊക്കെ കണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും. അപ്പോൾ അത് പറഞ്ഞ് പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻസ് ഒക്കെയാണ്. ഇതിൻ്റെ സീറ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പനി തരുന്ന സീറ്റ് തന്നെയാണ്.
ഇതിൽ തന്നെ അവർക്ക് ടൂറിങ്ങിന് വേണ്ടി പർപ്പസിനായിട്ടുള്ളൊരു എക്സ്ട്രാ സീറ്റ് വരുന്നുണ്ട്. അതിനുശേഷം 8,000 പ്ലസ് GST സംതിങ് വരുന്നുണ്ട്. പക്ഷെ അത് ടൂറിങ് അതൊരു വേണമെന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിതംബങ്ങൾക്ക് കുറച്ചും കൂടി സുഖം ലഭിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളത് എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ്. ഞാൻ എക്സോസ്റ്റ് നോട്ടിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം എക്സോസ്റ്റ് നോട്ട് സ്വീറ്റാണ്. ഒരു ആഫ്റ്റർ മാർക്കറ്റിൻ്റെ ഒരു എക്സോസ്റ്റ് നമുക്ക് മേടിച്ച് വെക്കാനോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. കാരണം വണ്ടി പോകുമ്പം ആൾക്കാർ ശ്രദ്ധിക്കും. ഇതൊരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള വണ്ടിയാണ്. അതായത് ഒരു കൂട്ടത്ത് പോകുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കും ഇത് ഏത് വണ്ടിയാണ്, ഏത് ബ്രാൻഡാണ്, എത്രയാണ് ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ സർവീസ് എത്ര, മൈലേജ് എത്ര, അങ്ങനെ നിരവധി ആൾക്കാർ എൻ്റെ അടുത്തൊന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പബ്ലിക് റിയാക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ വണ്ടി പോകുമ്പോൾ ആൾക്കാർ നോക്കുന്നത് അതെല്ലാം വണ്ടി പക്കയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു കുറച്ച് നമ്മൾ ഏതൊരു സാധനം എടുത്തിരുന്നാലും അതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ അതിനേക്കാളും ഇതിൻ്റെ പോസിറ്റീവിനെ മുമ്പോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് നമ്മൾ മാറിപ്പോകും. പിന്നെ ഈ പറഞ്ഞ ഹെഡ്ലൈറ്റ് നമ്മൾ ഓക്സിലറി ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ മാറാവുന്നതാണ്, ടയേഴ്സ് നമുക്ക് മാറ്റാവുന്നതാണ്, ബ്രേക്ക് പാഡ് മാറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ മിറേഴ്സ് ചെറുതാണെങ്കിലും പക്ഷെ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റിയിൽ നമ്മൾ ഐഡിയലായിട്ട് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിൽ മാത്രം കുറച്ച് നേരം പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഷോർട്ട്സും കൂടെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം ചൂട് കിട്ടാൻ സാധ്യത കൂടുതലാണ്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലാതെ നമ്മൾ ഹൈവേയിൽ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഹൈവേയിൽ പോയ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു വലിയ ചൂട് അനുഭവമില്ല. കാരണം എയർ വരുന്നതുകൊണ്ടും എയർ ഫ്ലോ ഉള്ളതുകൊണ്ട് തന്നെ ആ ചൂട് അങ്ങനെ ആ കാറ്റിൽ തന്നെ പോകുന്നുണ്ട്. നമ്മൾ സിറ്റിയിൽ നിൽക്കുമ്പോൾ മാത്രമേ ആ ഒരു ഹീറ്റ്, അതായത് സിറ്റിയിൽ നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാതെ പക്ഷെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഹീറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓവറോൾ ഈ വണ്ടിയിൽ ഞാൻ ഹാപ്പിയാണ്. ത്രോട്ടിൻ്റെ റെസ്പോൺസ് ആയിരുന്നാലും ബാക്കി എന്തൊക്കെയായിരുന്നാലും ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി എക്സെപ്ഷണൽ പെയിൻറ്റ് ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ പാർട്സിൻ്റെ ക്വാളിറ്റി, യൂസ് ചെയ്തിരിക്കുന്ന പാർട്സൊക്കെ എന്നെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് ചെയ്ത ഒരു വണ്ടിയായിട്ടാണ്. ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ഇതുവരെയും 1-2 വേറെ സ്ക്രാംബ്ലേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നമുക്ക് കണ്ണും പൂട്ടി പറഞ്ഞ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ക്രാംബ്ലർ ഇത് മാത്രം തന്നെയാണ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.